പറഞ്ഞിട്ട് അലോഹ്യ ഉണ്ടാക്കണത്. നമ്മളിപ്പോൾ ഇവിടെ ദുബായിൽ വന്നിട്ട് നമ്മളെ അയൽവക്കത്തുള്ളവരാണ്, നമ്മളിപ്പോൾ അവരോട് പറഞ്ഞാൽ പിന്നെ അവർക്ക് നമ്മളോട് ദേഷ്യമാവും എന്നൊക്കെ വിചാരിച്ചിട്ട് തന്റെ തെറ്റുകളെ പരസ്പരം ഗുണദോഷിക്കാതെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വഴിമാറിക്കൊടുക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരിമാരോട് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്, എല്ലാ തിന്മകളെയും എതിർക്കാൻ. നമുക്ക് തിന്മയാണെന്ന് ബോധ്യമുള്ള ഒരു കാര്യം നമ്മുടെ ഒരു മുസ്ലിം സുഹൃത്ത് ചെയ്താൽ അത് അരുതെന്ന് പറയാൻ നമുക്ക് ബാധ്യതയുണ്ട്, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ അടുക്കൽ നാം ചോദ്യം ചെയ്യപ്പെടും. പൊതുവെ ഇന്ന് ആളുകൾക്കിടയിൽ വളർന്നു വരുന്ന ഒരു രീതി എന്താണെന്ന് ചോദിച്ചാൽ, എല്ലാ തിന്മകളോടും അഡ്ജസ്റ്റ് ചെയ്യാൻ, അതിനോട് പൊറുക്കാനും സഹിക്കാനുമൊക്കെ നാം ശീലിക്കണം എന്നിടത്താണ് ആളുകൾ പലരും ഉള്ളത്, അല്ലെ? മൂപ്പർ നല്ലൊരു മനുഷ്യനാ, ഒന്നിനും എതിർക്കൂല, എന്തിനോട് മൂപ്പർ എത്ര പ്രക്കൂട് പ്രസംഗിച്ചാലും ആരും വിമർശിക്കൂല, ആരും കുറ്റം പറയില്ല. വലിയ പോരിശായിട്ട് പറയാണ്. അങ്ങനത്തെ ആളുകൾക്ക് നല്ല ഇഷ്ടമായിരിക്കും. പല ആളുകൾക്ക് ആർക്കും വിമർശ ഇഷ്ടമല്ല. നിസ്കരിക്കാത്ത ഒരാൾക്ക് നിസ്കാരത്തിന്റെ ഗൗരവം, നിസ്കരിക്കാത്തവന്റെ ശിക്ഷയും പറഞ്ഞാൽ അവന് ദേഷ്യം വരും. കള്ളുകൂടിയെ പറ്റി പറഞ്ഞാൽ ദേഷ്യം വരും. വ്യഭിചാരമുള്ളവന് വ്യഭിചാരത്തെ പറ്റി പറഞ്ഞാൽ ദേഷ്യം വരും. നുണയനും ഏഷണിക്കാരനുമായ ആൾക്ക് അതിനെപ്പറ്റി പറഞ്ഞാൽ ദേഷ്യം വരും. പക്ഷെ ഒരു പ്രബോധകനെ സംബന്ധിച്ചിടത്തോളം അത് പറയാതിരിക്കുക എന്നുള്ളത് പറ്റൂല. അത് നമ്മുടെ എല്ലാവരെയും കടമയാണ്. നമ്മുടെ കുടുംബത്തിലൊക്കെ ഇസ്ലാമിക ദൃഷ്ട്യാ തെറ്റായ കാര്യങ്ങൾ ചെയ്യുന്ന പലരും ഉണ്ടാവും. അത് പറയാൻ നമ്മൾ മടിച്ചു നിൽക്കരുത്. പക്ഷെ നമുക്കുള്ള ബേജാറാവുന്നല്ല, ഞാനതൊക്കെ പറയാൻ പോയാൽ പിന്നെ ഞാനതനുസരിച്ച് ജീവിക്കണ്ടേ. സിനിമക്ക് പോകാൻ പാടില്ല എന്നാൽ പിന്നെ നമ്മൾ സിനിമക്ക് പോകാൻ പറ്റുമല്ലോ. സീരിയൽ കാണാൻ പാടില്ല എന്നാൽ പിന്നെ നമ്മുടെ വീട്ടിൽ സീരിയൽ പറ്റുമല്ലോ. അപ്പൊ ഇടയ്ക്കൊക്കെ ഒരു സീരിയൽ നമുക്കും കാണണമെങ്കിൽ സീരിയൽ നമ്മൾ എതിർക്കാതിരിക്കണ്ടേ? അങ്ങനെയാണ്. സ്ത്രീധനം വാങ്ങുന്നതിനെ എതിർത്താ പിന്നെ എന്റെ മോനെ കൊണ്ട് കെട്ടിക്കുമ്പോൾ സ്ത്രീധനം വാങ്ങാൻ പറ്റൂലല്ലോ. ആഭരണ പ്രഭത്തെ എതിർത്താ പിന്നെ എനിക്ക് 50 പവനോ 100 പവനൊന്നും എന്റെ മോനെ കൊണ്ട് കെട്ടിക്കുമ്പോൾ വാങ്ങാൻ പറ്റൂലല്ലോ. അവിടെ അതിനെ എതിർക്കാതിരിക്കുക, ഈ ഒരു ശൈലി നമ്മൾ നന്നാവാൻ തയ്യാറില്ല. അതുകൊണ്ട് ചെയ്യുന്നവർ ചെയ്തോട്ടെ, ഒരു ചെയ്യുന്നത് ഞാനും പറയില്ല, ഞാൻ ചെയ്യുന്ന അവരും പറയണ്ട എന്നൊരു അഡ്ജസ്റ്റ്മെന്റ് നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് തെറ്റാണ് എന്ന് ഓർമ്മപ്പെടുത്താനാണ് ഞാൻ ഈ ഒരു മുഖവുര നിങ്ങൾക്ക് ഓർമ്മപ്പെടുത്തിയത്. ഇനി നിങ്ങൾ നോക്ക്, ജൂത ക്രിസ്ത്യാനികളെ മാർഗം നമ്മൾ പിൻപറ്റുന്നു എന്നതിന് ചെറിയ ചെറിയ ഉദാഹരണം നിങ്ങൾ ഗൾഫ് ജീവിതത്തിൽ ഞാൻ പറഞ്ഞുതരാം. ഇവിടെ മാത്രമല്ല, നാട്ടിലുണ്ട്. നമ്മൾ ജനുവരി വന്നാൽ ഡിസംബർ തന്നെ നമ്മൾ ന്യൂ ഇയർ കാർഡ് വാങ്ങും, അല്ലേ? എന്നിട്ട് എന്താ, ഹാപ്പി ന്യൂ ഇയർ ഫ്രം സൗദ. ആർക്ക്? അതുപോലെ വേറൊരു മുസ്ലിം പെണ്ണ് ജമീലാക്ക്